അന്താരാഷ്ട്ര അവയവക്കടത്തിന് പിന്നിൽ വൻ റാക്കറ്റ് എന്ന് NIA. മധു ജയകുമാർ അന്താരാഷ്ട്ര റാക്കറ്റിന്റെ കണ്ണി എന്നാണ് NIA കണ്ടെത്തൽ. ഇന്ത്യയിൽ നിന്നും 14 ഇരകൾ, 14 പേരെയും NIA കണ്ടെത്തി. സംഘം ലക്ഷ്യം വെച്ചത് നിർധനരായ യുവാക്കളെയെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, കഴിഞ്ഞ ദിവസം ഇറാൻ കേന്ദ്രീകരിച്ചുള്ള അന്താരാഷ്ട്ര അവയവക്കടത്തിന് പിന്നിൽ കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികൾക്കും ബന്ധമുണ്ട്. അതായത് ഈ മനുഷ്യക്കടത്തിന് സ്വകാര്യ ആശുപത്രികളും കൂട്ടുനിന്നു എന്ന ചില സൂചനകൾ, ചില വിവരങ്ങൾ NIA കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ അതിനുശേഷമാണ് വിശദമായ അന്വേഷണത്തിൽ ഈ അവയവക്കടത്തിന് പിന്നിലുള്ള വൻ റാക്കറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. എന്താണ് NIAയുടെ കണ്ടെത്തൽ? ടോം, ഈ 19-ാം തീയതി വരെ, അതായത് ഇന്ന് വരെയാണ് ഇയാളെ മധു ജയകുമാറിന്റെ കസ്റ്റഡിയിലേക്ക് NIA വാങ്ങിയത്. കഴിഞ്ഞ ദിവസം അതായത് ഇറാനിൽ നിന്ന് ഡിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഡിപ്പോർട്ട് ചെയ്ത ശേഷം NIA സംഘം ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ഈ 19 വരെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിരിക്കുന്നു. ഒരു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇന്ന് 19 വരെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ടോം നേരത്തെ സൂചിപ്പിച്ച പോലെ കൊച്ചിയിലെ ചില സ്വകാര്യ ആശുപത്രികൾക്ക് അവയവക്കടത്തുമായി ബന്ധമുണ്ട്, മനുഷ്യക്കടത്തുമായി ബന്ധമുണ്ട്, അതിനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നത് കൊച്ചിയിലെ ചില സ്വകാര്യ ആശുപത്രികളാണ് എന്നുള്ള വിവരങ്ങൾ NIA പുറത്തുവിടുന്നതും അതിനുശേഷമാണ് ഇന്ത്യയിൽ നിന്നും കടത്തിയ 14 പേരെ അതായത് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഉൾപ്പെടെ 14 പേരെ കടത്തിയിട്ടുണ്ട്. ആ 14 പേരെയും NIA കണ്ടെത്തിയിട്ടുണ്ട്. 14 ഇരകളെ NIA കണ്ടെത്തിയിട്ടുണ്ട്. അത് 50 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് ഇവർ സ്വീകർത്താക്കളിൽ നിന്നും വാങ്ങിയിട്ടുള്ളത്. അതേസമയം ഈ അവയവം ദാനം ചെയ്യുന്ന ആൾക്കാർക്ക് 2 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപ വരെയാണ് അതിനുള്ള പ്രതിഫലം നൽകിയിരിക്കുന്നത്. അത്തരം ഒരു പരാതിയായിരുന്നു ഈ മധു ജയകുമാറിനെതിരെ പരാതിയായി രൂപപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. ഇറാനിലേക്ക് ആളുകളെ കടത്തുക, 100-ലധികം പേരെ ഇതിനകം കടത്തിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും 2019 മുതൽ 2024 വരെയാണ് ഈ അവയവക്കടത്ത് മാഫിയ സജീവമായിരുന്ന ഈ കാലഘട്ടത്തിൽ നിരവധി ആളുകളെ കടത്തിയിട്ടുണ്ട്. അതിനൊടുവിലാണ് ഈ മധു ജയകുമാറിനെ അറസ്റ്റ് ചെയ്തത്. മധു ജയകുമാർ മാത്രമല്ല, കൊച്ചിൻ സ്വദേശിയെ സാബിത്ത്, തൃശ്ശൂർ സ്വദേശി സബിത്ത് തുടങ്ങിയ ആളുകളൊക്കെ, കേരളത്തിൽ നിന്നുമുള്ള ആളുകളൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ മധു ജയകുമാർ ആണ് ഈ അന്താരാഷ്ട്ര മാഫിയയുമായി ബന്ധപ്പെട്ട മുഖ്യ കണ്ണി എന്നുള്ള കാര്യം NIAക്ക് വ്യക്തമാവുകയും അയാളെ ഇറാനിൽ നിന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്റർപോളിന് ഇതിൻ്റെ സൂചന നൽകുകയും മധു ജയകുമാറിനെ ഇറാനിൽ നിന്ന് ഡിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഡിപ്പോർട്ട് ചെയ്ത് ലഭിച്ചത്. അതിനുശേഷം NIA അടിയന്തരമായി അറസ്റ്റ് ചെയ്ത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ്. ഒരു പക്ഷേ ഇത്തരം വിവരങ്ങൾ കൂടി വ്യക്തമായതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ കാലാവധി നീട്ടിക്കിട്ടാൻ NIA കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നെടുമ്പാശ്ശേരി റാക്കറ്റിന്റെ ഭാഗമാണോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഈ ആശുപത്രികൾക്കും അതിൽ പങ്കുണ്ടോ? ഈ റാക്കറ്റിന്റെ ഭാഗം ആയി അങ്ങനെയെങ്കിൽ ഈ ആശുപത്രി അധികൃതരും പ്രവർത്തിക്കുന്നുണ്ടോ? കൂടുതൽ അറസ്റ്റ് കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുമോ? ഈ ആശുപത്രി, അതായത് പ്രൈവറ്റ് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ അവയവക്കടത്ത് വ്യാപകമായി നടക്കുന്നുണ്ട് എന്നുള്ള സൂചനയാണ് NIA മുന്നോട്ട് വയ്ക്കുന്നത്. കൊച്ചിയിലെ ചില സ്വകാര്യ ആശുപത്രികളിൽ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും കൊച്ചിയിലെ ചില സ്വകാര്യ ആശുപത്രികളെ കേന്ദ്രീകരിച്ചാണ് ഇത്തരം അവയവക്കടത്തും മനുഷ്യക്കടത്തും നടത്തുന്നത് എന്നും നേരത്തെ തന്നെ നമ്മൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവയവ ദാനവുമായി ബന്ധപ്പെട്ടുള്ള ചില അതിന്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടും ഈ ഡോണർമാരും ബ്രോക്കർമാരും തമ്മിലുള്ള ഇടനിലക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചില വാർത്തകൾ ഈ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിക്കെതിരെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അത്തരം സാഹചര്യങ്ങളുള്ള ചില ആശുപത്രികൾ ലിസ്റ്റിലുണ്ട് എന്നാണ് NIA വ്യക്തമാക്കുന്നത്. അതേസമയം NIA അതുമായി ബന്ധപ്പെട്ടുള്ള കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികൾ ഇതിൽ പങ്കാളികളാണ് എന്നുള്ള കാര്യം NIA സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏത് ആശുപത്രികളാണ് എന്നുള്ള കാര്യത്തിൽ NIA വ്യക്തമായ ഒരു രേഖയും പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ആ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഊർജിതമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മധു ജയകുമാറിനെ ചോദ്യം ചെയ്ത ശേഷമുള്ള വെളിപ്പെടുത്തലിലാണ്, മൊഴിയിലാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായതും. അതിനുശേഷമാണ് 14 ഇരകളെ കണ്ടെത്തുന്നു. ഈ 14 ഇരകളെ NIA ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തത്. പ്രത്യേകിച്ച് സമൂഹത്തിൽ നിർധനരായിട്ടുള്ള, സാമ്പത്തികമായി അടിയന്തരമായ ആവശ്യങ്ങളുള്ള ആളുകളെയാണ്, യുവാക്കളെയാണ് ഇത്തരത്തിൽ മനുഷ്യക്കടത്തിനായി ഉപയോഗിച്ചിരുന്നത്, അവയവദാനത്തിനായി ഉപയോഗിച്ചിരുന്നത്. അവർക്ക് വലിയ തുക ഓഫർ ചെയ്ത ശേഷം സർജറിക്ക് ശേഷം ഈ പണം നൽകാതെ വരുന്ന സാഹചര്യം ഉണ്ടായ പരാതികളെ തുടർന്നാണ് ഈ മധു ജയകുമാറിലേക്ക് അന്വേഷണം എത്തുന്നതും അയാൾ അന്താരാഷ്ട്ര അവയവക്കടത്തിന്റെ ഭാഗമാണ്. അതായത് ഈ 14 പേർ
ഇരകളായിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് തന്നെ 14 പേരെ ഇരകളാക്കിയിട്ടുണ്ട്. ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ഇവർ സാമ്പത്തികമായും ഇവരെ ചൂഷണം ചെയ്തിട്ടുണ്ടോ ഈ സംഘങ്ങൾ? ടോം, ഇവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്തിട്ടില്ല. പക്ഷേ ഈ അവയവം സ്വീകരിക്കുന്ന ആളുകളിൽ നിന്നും 50 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ ആയിരുന്നു ഇവർ പ്രതിഫലമായി വാങ്ങിയിരുന്നത്. അങ്ങനെയാണ്. അതേസമയം ഇവർക്കും വൻതുക, അതായത് അവയവം നൽകുന്ന ആളുകൾക്കും ദാനം ചെയ്യുന്ന ആളുകൾക്കും വൻതുക ഓഫർ ചെയ്ത് തന്നെയായിരുന്നു അവരെ ഇറാനിലേക്ക് കടത്തിയിരുന്നത്. അങ്ങനെയായിരുന്നു. പക്ഷേ ഈ സർജറി കഴിഞ്ഞ് ഇവരുടെ അവയവം റിമൂവ് ചെയ്ത ശേഷം ഈ പണം നൽകാത്ത സാഹചര്യമുണ്ട്. ചിലർക്ക് 2 ലക്ഷം രൂപയാണ് ലഭിച്ചിട്ടുള്ളത്, മറ്റു ചിലർക്ക് 4 ലക്ഷം രൂപയാണ് ലഭിച്ചിട്ടുള്ളത്. പലരും പറയുന്നത് 25 ലക്ഷം രൂപയിലധികം ഓഫർ ചെയ്തിട്ടാണ് ഇവരെ വിദേശത്തേക്ക് കടത്തുന്നത്. ഈ അവയവം മാറ്റിയ ശേഷം ഇവർ ഈ പറഞ്ഞ പ്രതിഫലം നൽകുന്നില്ല എന്നുള്ള പരാതിയെ തുടർന്നായിരുന്നു നെടുമ്പാശ്ശേരി പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് NIA ഈ വിഷയത്തിൽ അന്വേഷണം ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇത് വലിയ ഒരു റാക്കറ്റിന്റെ ഭാഗമായിട്ടാണ് മധു ജയകുമാറും ഈ എറണാകുളം സ്വദേശിയായ സാബിത്തും അതുപോലെ തൃശ്ശൂർ സ്വദേശിയായ സബിത്തും ഒക്കെ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ കഴിഞ്ഞ വർഷം തന്നെ ഇവരൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ മധു ജയകുമാർ ഇറാനിലായിരുന്നത് കൊണ്ട് അയാളെ അത്ര പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്റർപോളിനെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയിക്കുകയും തുടർന്നാണ് മധു ജയകുമാറിനെ കഴിഞ്ഞ ആഴ്ചയാണ് ഡിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഡിപ്പോർട്ട് ചെയ്ത ശേഷം NIA അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. ഇന്ന് വരെയാണ് NIAക്ക് കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത്. മധു ജയകുമാർ വ്യക്തമാണ്. ആജ്ഞാരവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അന്താരാഷ്ട്ര അവയവ കടത്തിന് പിന്നിൽ വൻ റാക്കറ്റ് ഉണ്ടെന്നാണ് NIAയുടെ കണ്ടെത്തൽ.